മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുവാരക്കുണ്ട് കേരളാംകുണ്ട് ടൂറിസ്റ്റ് കേന്ദ്രം ശുചീകരിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം എം സജാദ ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. പകർച്ചവ്യാധികൾക്കെതിരെ മുൻകരുതലുകൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. കരുവാരക്കുണ്ട് കേരളാംകുണ്ട് ടൂറിസ്റ്റ് കേന്ദ്രമാണ് ആദ്യഘട്ടത്തിൽ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ ശുചീകരിച്ചത്. ടൂറിസ്റ്റ് കേന്ദ്രവും പരിസരങ്ങളും പൂർണ്ണമായി വൃത്തിയാക്കി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പ്രവർത്തകർ നീക്കം ചെയ്തു. വരും ദിവസങ്ങളിൽ മേഖലയിലെ സ്കൂളുകളും പൊതുസ്ഥലങ്ങളും കേന്ദ്രീകരിച്ച് വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും യൂത്ത് ബ്രിഗേഡ് തീരുമാനിച്ചിട്ടുണ്ട്. ചടങ്ങിൽ പി ഷൈജു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി ജുനൈദ് തെക്കൻ, ട്രഷറർ സി അനസ്, സി പി പ്രണവ്, രജീഷ് വണ്ടൂർ, വി അനന്തു, ടി അജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ബ്ലോക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100-ലധികം ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ ശുചീകരണ പ്രവൃത്തിയിൽ പങ്കാളികളായി. ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരാൻ പോകുന്ന കാലവർഷത്തിന് മുന്നോടിയായിക്കൊണ്ട് ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് സന്നദ്ധ സേനയുടെ ആദ്യ പരിപാടി എന്ന രീതിയിൽ കരുവാരക്കുണ്ടിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ടൂറിസ്റ്റ് പ്രദേശമായിട്ടുള്ള കേരളാകുണ്ടിൽ അതിൻ്റെ ശുചീകരണ പ്രവർത്തനം ഇന്ന് രാവിലെ 100 കണക്കിന് വരുന്ന ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് ടീം വന്നുകൊണ്ട് ശുചീകരിക്കുന്ന പ്രവർത്തനമാണ് ആദ്യം തുടക്കം കുറിച്ചിട്ടുള്ളത്. ഈ ചാനൽ ന്യൂസ് വണ്ടൂർ. സ്കിന്നോവ സ്കിൻ ക്ലിനിക്, അഡ്വാൻസ്ഡ് സെന്റർ ഫോർ സ്കിൻ ആൻഡ് ഡെർമറ്റോ സർജറി. വളാഞ്ചേരിയിൽ 20 വർഷമായി സേവനമനുഷ്ഠിച്ചു വരുന്ന സീനിയർ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഷമീറിന്റെ സേവനം. സ്കിന്നോവ സ്കിൻ ക്ലിനിക്, അഡ്വാൻസ്ഡ് സെന്റർ ഫോർ സ്കിൻ ആൻഡ് ഡെർമറ്റോ സർജറി, ഫെഡറൽ ബാങ്ക് ബിൽഡിംഗ്, കോഴിക്കോട് റോഡ്, വളാഞ്ചേരി.